ടു എം ജെ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് ഈ വോക്സ്വാഗന്റെ 1958 വിന്റേജ് കാറാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എം ജെ ബ്ലോഗിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മനോജ് ആദപ്പള്ളി. ഹലോ മിസ്റ്റർ ശോഭിൻ മാണി, വെൽക്കം ടു എം ജെ ബ്ലോഗ്. മാണി ഒരു കോട്ടയംകാരനാണല്ലേ? അതെ, കോട്ടയംകാരൻ്റെ വോക്സ്വാഗന്റെ ബീറ്റലിനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഒരു സ്പെഷ്യൽ ഇതാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടീനെ പറ്റി കൂടുതൽ അറിയത്തില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഈ വണ്ടി ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതുമായ നമ്മുടെ ശോഭിൻ മാണി, ആദ്യ ശോഭിൻ മാണി അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതൊരു ശോഭിൻ. ഞാൻ കോട്ടയം ശങ്കരനന്ദിക്കാരുണ്ട്. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഡ്രീമായിരുന്നു. നേരത്തെ ഇത് കൺവേർട്ടബിൾ ആണ്. ഇത് ഫുൾ മോഡൽ ഒരു മോട്ടോർ ആമക്കാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വോൾസ്വാഗൻ ബീറ്റലാണ്. ഇത് 1958 മോഡലാണ്. 1958. ഇത് പ്രൈവറ്റ് നമ്പർ എടുത്തത്. പ്രൈവറ്റ് നമ്പർ എടുത്തത്. ഇങ്ങനെ എല്ലാവരും ഇതിന് പഗ് എന്ന് വിളിക്കുന്നുണ്ട്. പഗ്ഗിന്റെ ഷേപ്പ് മോഡലാണെങ്കിൽ എനിക്ക് പറയാറുള്ളത് നമ്മളിൽ പലരും തൊട്ട് നമുക്ക്, കാരണം നമ്മളെക്കാട്ടിയും പ്രായമുണ്ട്. അതെ, ഞാൻ 85 ഫാദറിനെക്കാട്ടിയും പ്രായമുണ്ടോ? അത്രയും പ്രായമുള്ള ഇതിനു മുമ്പ് എത്ര പേര് ഓടിച്ചിട്ടുണ്ടാവും? എത്ര ഭയങ്കര ഒരു ഹിസ്റ്ററി പുറകിലുള്ളതാണ്. എത്ര VIPs ഇതിൽ ഇരുന്നിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ ഇത് VIP ആയ ശോഭിൻ മാണിയുടെ സ്വന്തമാണ്. എഞ്ചിൻ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വണ്ടിനെ പറ്റി അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ശോഭിൻ മാണി ഇത് തുറന്ന് നമ്മുടെ എഞ്ചിൻ കാണിക്കും. ഇതൊരു എഞ്ചിൻ ഇല്ലെന്ന് തോന്നണ്ട. തള്ളിയാണോ ഓടിക്കുന്നത്? എഞ്ചിൻ പുറകിലാണ്. വോൾസ്വാഗൻ ബീറ്റലിന്റെ ഈ വണ്ടി ശരിക്കും ഇത് നിർമ്മിച്ചത് തന്നെ പഴയ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിന് ബാക്ക് എഞ്ചിനാണ്. ബാക്ക് എഞ്ചിൻ ഇതിന് എയർ കൂളർ വണ്ടിയാണ്. ബാക്ക് എഞ്ചിൻ ആയതുകൊണ്ട് ഇത് ഏത് മലയും ഏത് ടെറൈനും ഇത് ഈസിലി ആയിട്ട് കയറി പോകും. കാരണം ബാക്ക് എഞ്ചിനാണ് പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഏത് ടെറൈനും കയറും. അതാണ് ഇതിന്റെ മെയിൻ ഒരു. നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോയി കുടുംബത്തിലൊക്കെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് തുറന്ന് ഇതിന്റെ അകത്താണ് സാധനം വെക്കാം. പിന്നെ ടാങ്ക്, പെട്രോൾ ടാങ്ക് ഫ്രണ്ടിലാണ് വരുന്നത്. പെട്രോൾ ടാങ്ക് ഫ്രണ്ടിലാണ്. സ്റ്റെപ്പിന് വരുന്നത് ഫ്രണ്ടിലാണ്. ഇത്ര സാധനമാണ് ഫ്രണ്ടിൽ വരുന്നത്. വണ്ടി മൈലേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എത്രയാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എഞ്ചിൻ കാണണ്ടേ? ഷോ ചെയ്ത എഞ്ചിൻ ഇവിടെയാണ്. ബാക്കിലാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ബൈക്ക് നമുക്ക് ഈസി ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇതാണ് ബാക്ക് എഞ്ചിൻ. വളരെ സിമ്പിൾ എഞ്ചിനാണ്. 1600 cc വണ്ടിയാണ്, എഞ്ചിനാണിത്. ഇതിന് റേഡിയേറ്റർ ഇല്ല. ഇതിന് ഓടും തോറും കാറ്റ്, വിൻഡ് അടിച്ചടിച്ച് ഇതിനെ തണുപ്പിക്കുകയാണ്. നമ്മള് പണ്ടത്തെ നാട്ടിലെ ഈ മണ്ണെണ്ണ മോട്ടറില്ലേ വെള്ളം അടിക്കുന്നത്, ആ ഒരു സംഭവം നമുക്കൊരു പാർട്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിൾ ആണ്. വോൾസ്വാഗന്റെ പാർട്സ് ഇവിടെ പെർത്തിലൂടെ ഒരു ഷോപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ കൂടെയും പിന്നെ പഴയ സാധനങ്ങൾ പൊളിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ആവശ്യമുള്ള പാർട്സുകൾ മേടിക്കുന്നത്. ഇതിന്റെ ജെനുവിൻ പാർട്സുകളാണ് എപ്പോഴും നല്ലത്. ചൈന മോഡല് എല്ലാ സാധനം കിട്ടാനുണ്ട്. ബട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനും ഇത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പഴയത് നമ്മൾ ചെയ്യുന്നതെല്ലാം പഴയത് എടുത്ത് അതിനെ റീകണ്ടീഷൻ ചെയ്ത് യൂസ് ചെയ്യുകയാണ്. അല്ല, പഴയ വണ്ടി വരുമ്പോൾ ഉറപ്പായും ഇങ്ങനെയുള്ള വർക്കുകൾ വരും. അതിനെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവർക്കേ ഇത് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. കുറച്ച് വണ്ടിനെ പറ്റി അറിയുകയും ചെയ്യും. ലോങ് ഡ്രൈവിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ പിള്ളേർക്ക് ഒരു കംഫോർട്ടിനും അവർക്കൊരു രസത്തിന് വേണ്ടിയും പിന്നെ ഭാര്യയായിട്ട് ചുമ്മാ ഒരു കോഫി കുടിക്കാൻ പോകാനും ഒക്കെ ആയിട്ട് ഒരു ഫണ്ടിന് വേണ്ടി എടുത്തേക്കുന്ന സാധനമാണ്. ഇപ്പൊ ശോഭന് ഈ ഒരു വണ്ടിയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം അങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞത് അങ്ങനെ? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ വണ്ടിയൊന്നും ഞാൻ സത്യത്തിൽ നോട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് അതാ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ വിൻറ്റേജ് വണ്ടി, എനിക്ക് നാട്ടിലൊരു റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ വിൻറ്റേജ് ഒരെണ്ണം എടുക്കണം എന്നുള്ള ആഗ്രഹം നേരത്തെ തൊട്ടുള്ളായിരുന്നു. ഞാൻ എൻ്റെ ഇതിൻ്റെ ഒരു മിനിയേച്ചർ, ഇതെൻ്റെ അല്ലാത്ത ഞാൻ ഓടിക്കുന്ന ഫോർഡ് റേഞ്ചറാണ്. അതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം. അങ്ങനെ നോക്കിയിരുന്ന് ഞാൻ പല ഇതിന് നല്ല വില, നല്ല ഫുൾ പണി തീർന്ന വണ്ടിക്ക് $30,000 $24,000 വിലയുള്ളതാണ്. ഞാൻ പക്ഷെ നോക്കിയിരുന്നു ഒരു ഇംഗ്ലീഷ് അപ്പച്ചൻ ഇത് ലാസ്റ്റ് 18 years ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പുള്ളി.
ഇപ്പൊ നീ വണ്ടി ഓടിച്ച് റോട്ടിൽ കൂടെ പോകുമ്പോൾ പല അമ്മച്ചിമാരും ഒരു നോട്ടം വെക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെപ്പോഴും ഇന്നലെ ആണെങ്കിലും ഞാൻ വീട്ടിന്റെ വാതിക്കൽ ഇട്ടിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ 18ാമത്തെ വയസ്സിൽ അമ്മച്ചിക്ക് ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയാണിത്. ഗ്രീൻ കളറായിരുന്നു. പുള്ളിക്കാരി ആദ്യമായിട്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്ത് ഈ വണ്ടി വെച്ചാണ്. അങ്ങനെ ഇവരുടെ ഭയങ്കരമായിട്ട് അമ്മച്ചി വീട്ടിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. സ്റ്റോറി പറഞ്ഞ്. അപ്പൊ ഇത് മാനുവൽ ആണ് അല്ലേ? ഇത് നമ്മുടെ എനിക്കിത് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ മഹേന്ദ്രയുടെ പണ്ടത്തെ ഒരു ജീപ്പില്ലേ, നമ്മുടെ മലബാർ സൈഡിലൊക്കെ കയറ്റം കയറാനൊക്കെ ആയിട്ട് അത് ഇതേപോലെ. ആദ്യം മാനുവൽ ആണ്. ഗിയർ എത്രയുള്ള നമുക്ക്? ഇത് 4 ഷിഫ്റ്റിംഗ് ആണ്. 4 ഷിഫ്റ്റിംഗ് പിന്നെ റിവേഴ്സ്. അപ്പൊ ഈസിയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇത് മൈലിലാണ്. ലണ്ടൻ ഇത് ലണ്ടനിൽ നിന്ന് വന്ന വണ്ടിയാണ്. മൈലിലാണ് ഇത് കാണിക്കുന്നത്. വൈപ്പറിന്റെ സ്വിച്ച് ഇതാണ്. ഇത് ഹെഡ്ലൈറ്റ്, പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇതിന് റൂഫ് ഉള്ളതാണ് നമുക്ക്. അതായത് ഞാനിപ്പോൾ അത് നാട്ടിൽ കൊടുത്തുവിട്ട് പുതിയത് തയ്ക്കാൻ വേണ്ടി, ബ്ലാക്ക് കളർ ഇതിനകത്ത് ഉണ്ടായിരുന്ന കളറ് പോയായിരുന്നു. അപ്പോൾ പുതിയ തയ്ക്കാൻ വേണ്ടി നാട്ടിൽ കൊടുത്തു വിട്ടേക്കാണ്. അപ്പൊ ശോഭന, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ വിന്റേജ് വണ്ടി അങ്ങനെ എല്ലാവർക്കും കൂടെ ഇല്ലല്ലോ. ശോഭന അറിയാവുന്ന ആർക്കെങ്കിലും ഇതേപോലത്തെ സെറ്റപ്പ് മലയാളികൾക്ക് വല്ലതും ഉണ്ടോ? എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവര് കുട്ടന്മാരെന്നാണ് പറയുന്നത്. കുട്ടന്മാര് അവന്മാർക്ക് സെയിം വീട്ടിലുണ്ട്. ഫംഗ്ഷൻ വരുമ്പം ഇങ്ങനത്തെ വണ്ടികൾ വന്ന് പെണ്ണ് ചെറുക്കനൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് വരും. അങ്ങനെ ഒരാളിപ്പോൾ ചോദിക്കൊണ്ട് ഇവിടെ ശരിക്കും അതിനൊരു നല്ല സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഇനിയുള്ള കല്യാണങ്ങൾക്ക്, ഫംഗ്ഷൻസിനും ഹാപ്പിയാണ് കൊടുക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ട്. ശോഭനെ, നമുക്കൊരു ഡ്രൈവിന് പോയാലോ? അപ്പോൾ ഓക്കെ, നമ്മൾ ഈ കാറിൽ വിന്റേജ് കാറിൽ ഒരു ഡ്രൈവിന് പോകും.